നമസ്കാരം. ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തെലുങ്കുദേശം പാർട്ടി നിർണായക സ്ഥാനത്തേക്ക് വന്നതുകൊണ്ട് ആന്ധ്ര ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വളരെ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചു എന്ന് നമുക്കറിയാം. അത്തരം കമ്പനികൾ ഇപ്പോൾ നിക്ഷേപത്തിന് പരിഗണിക്കാമോ എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ആദ്യത്തെ കമ്പനി ഒലക്ട്ര ഗ്രീൻ ടെക് ആണ്. ഇലക്ട്രിക് ബസ്, അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പോളിമർ ഇൻസുലേറ്റേഴ്സ് എന്നിവയാണ് ഇവർ പ്രധാനമായും നിർമ്മിക്കുന്നത്. ഈ കമ്പനി ഏതാണ്ട് 1900 ലെവല് റെസിസ്റ്റൻസ് ആണ്. അത് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇനി അടുത്ത അപ്സൈഡിനുള്ള സാധ്യതയുള്ളൂ. 1750 ലെവലുകളാണ് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത്. അടുത്ത കമ്പനി അമർരാജ ബാറ്ററീസ് ആണ്. അമർരാജ ബാറ്ററീസ് ഒരു 1550 വരെ പോയിട്ട് അത്യാവശ്യം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. നിലവിൽ 1290 ലെവലൊരു സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. ആ സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് സ്ട്രോങ് ആയിട്ടൊരു ബൈയിങ് വന്നെങ്കിൽ മാത്രമേ ഇനി അത് അപ്സൈഡിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ 1230 1200 ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത കമ്പനി ഓറോ ഫാർമയാണ്. ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലുള്ള ഈ കമ്പനി ഏതാണ്ട് 1300 ലെവലാണ് അടുത്ത റെസിസ്റ്റൻസ്. 1220 ലെവലിന്റെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നമുക്കത് തിരിച്ചു കയറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത കമ്പനി ലോറസ് ലാബ് ആണ്. ഇതൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. 438 ലെവലുകളിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഈ കമ്പനി ഒരു 450 ലെവലുകളിന് മുകളിലേക്ക് പോയാൽ മാത്രമേ എടുത്തൊരു അപ്സൈഡ് നമുക്ക് കാണാൻ കഴിയുള്ളൂ. 418 400 ലെവലുകളാണ് ഇതിന്റെ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അടുത്ത കമ്പനി നാറ്റ്കോ ഫാർമയാണ്. ഈ സ്റ്റോക്ക് ഇപ്പോഴും ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഒരു 1230 40 ലെവൽ കട്ട് ചെയ്താൽ അടുത്ത ഒരു അപ്സൈഡിന് സാധ്യതയുണ്ട്. സപ്പോർട്ട് കാണുന്നത് ഒരു 1120 1052 ലെവലുകളിലാണ്. അടുത്ത കമ്പനി ഹെറിറ്റേജ് ഫുഡാണ്. ഹെറിറ്റേജ് ഫുഡാണ് ഈ നായിഡു കമ്പനികളിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു കമ്പനികൾ. ഏതാണ്ട് 740 ലെവൽ വരെ പോയിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ട്. പ്രോഫിറ്റ് ബുക്കിംഗ് ഇനി കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. ഇനി അടുത്ത ഒരു 472 ലെവലുകളൊക്കെയാണ് സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ബുക്കിങ്ങിന് കൂടുതൽ സാധ്യതയുള്ളത് ഈ സ്റ്റോക്കിന് തന്നെയാണ്. അടുത്തത് പെന്നാർ ഇൻഡസ്ട്രീസ് ആണ്. പെന്നാർ ഇൻഡസ്ട്രീസ് ഒരു 180 190 ലെവൽ കട്ട് ചെയ്താൽ മാത്രമേ അടുത്ത അപ്സൈഡിന് സാധ്യതയുള്ളൂ. 160 150 ലെവലുകൾ അടുത്ത സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. അടുത്ത സ്റ്റോക്ക് NCC ആണ്. കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ഈ സ്റ്റോക്ക് നിലവിലൊരു റേഞ്ച് ബൗണ്ട് ആയിട്ട് നിൽക്കുകയാണ്. ഒരു 340 ലെവലിന് എബോ ആണ് അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നത്. 315 300 ലെവലുകൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. അടുത്തത് NMDC ആണ്. NMDC ഒരു പൊതുമേഖലാ കമ്പനിയാണ്. ഒരു 280 290 ലെവലുകളിലാണ് റെസിസ്റ്റൻസ് ഉള്ളത്. സപ്പോർട്ട് കാണുന്നത് 250 230 ലെവലുകളിലാണ്. അടുത്ത സ്റ്റോക്ക് ലിഖിത ഇൻഫ്രയാണ്. കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ഈ കമ്പനിക്ക് റെസിസ്റ്റൻസ് കാണുന്നത് 460 ലെവലാണ്. സപ്പോർട്ട് ഉള്ളത് 420 380 ലെവലുകളിലാണ് സപ്പോർട്ട് ഉള്ളത്. അടുത്ത കമ്പനി KNR കൺസ്ട്രക്ഷൻ ആണ്. ഇത് എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ഈ കമ്പനി ബുള്ളിഷ് ആയിട്ട് തന്നെ തുടരുന്നു. 400 410 ലെവലുകളാണ് അടുത്ത റെസിസ്റ്റൻസ് ഉള്ളത്. സപ്പോർട്ട് കാണിക്കുന്നത് 360 ലെവലുകളിലാണ്. ഇനി ഇത് കൂടാതെ തന്നെ വേറെ ഒരുപാട് കമ്പനികളുണ്ട്. ഏതാണ്ട് 28ഓളം കമ്പനികളുണ്ട്. അതിനകത്ത് മിക്ക കമ്പനികളിലും പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. എന്നത് രാംകോ ഇൻഡസ്ട്രീസ് മാത്രമാണ് അല്പം ലോസ് കാണിക്കുന്നത്. രാംകോ ഗ്രൂപ്പിന് ഇത് കൂടാതെ വേറെ 2 കമ്പനികളിലൂടെ ഉണ്ട്. അത്തരം കമ്പനികളിലൊന്ന് ആന്ധ്ര ഷുഗർ, അതുപോലെ NCL സിമെന്റ്, മുമ്പ് സൂചിപ്പിച്ച രാംകോ ഗ്രൂപ്പിൽപ്പെട്ട രാംകോ ഇൻഡസ്ട്രീസ്, രാംകോ സിമെന്റ്, രാംകോ സിസ്റ്റം, അതുപോലെ കോസ്റ്റൽ കോർപ്പ്, പിന്നെ BGR എനർജി, ക്രെയിൻ ഇൻഫ്രാസ്ട്രക്ചർ, ഡെക്കാൻ സിമെന്റ്, അഞ്ജാനി ഫുഡ്സ്, ആൽക്കലി മെറ്റൽസ്, ആന്ധ്ര പേപ്പർ, ആന്ധ്ര പെട്രോ, നൈൽ ലിമിറ്റഡ്, ആന്ധ്ര ഷുഗർ, ഇവയൊക്കെ ആന്ധ്ര ബേസ്ഡ് കമ്പനികളാണ്. മിക്ക ചെറിയ കമ്പനികളും ഉണ്ട് ഇതിനകത്ത്. അത്യാവശ്യം പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനികളാണ്. കമ്പനിയെ പറ്റി പഠിച്ച് അതിന്റെ ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും ഒക്കെ മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സപ്പോർട്ടോടുകൂടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. കമ്പനികളുടെ പേര് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ആന്ധ്രയ്ക്ക് സ്പെഷ്യൽ പാക്കേജോ അത്തരത്തിലെന്തെങ്കിലും അനൗൺസ്മെന്റ് വരുമ്പോൾ ഈ കമ്പനികൾ ഇനിയും നന്നായി പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങൾ, അത്തരം പാക്കേജുകൾ എന്തെങ്കിലും വന്നാൽ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം കമ്പനികൾ പറയുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.